തിരുവനന്തപുരം ചിറയൻകീഴിൽ ബി.ജെ.പി. പ്രവർത്തകന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്തിനശിച്ച നിലയിൽ. ബി.ജെ.പി. പ്രവർത്തകനായ ബാബുവിന്റെ വാഹനങ്ങളാണ് കത്തിനശിച്ചത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും ഒരു സ്കൂട്ടിയുമാണ് കത്തിനശിച്ചത്. ആറ്റിങ്ങൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡിസ്ന സുരേഷ് ചേരുന്നു. ഡിസ്ന, എന്താണ് സംഭവിച്ചത്? രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. തിരുവനന്തപുരം ചിറയൻകീഴ് പുളിമൂട്ടിൽ കടവ് പാലത്തിന് സമീപമാണ് ബി.ജെ.പി. പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമാണ് ഈ ബാബു. 56 വയസ്സുണ്ട്. ഈ ബാബുവിന്റെ വീടിന്റെ കാർ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും ഒരു സ്കൂട്ടിയുമാണ് കത്തി നശിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആറ്റിങ്ങൽ ഫയർഫോഴ്സ് ഉൾപ്പെടെ ഇന്നലെ സ്ഥലത്തെത്തുന്നതിന് മുൻപ് വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു എന്നത് തന്നെയാണ്. ഇത്തരത്തിൽ വാഹനങ്ങൾ കത്തി നശിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. ചിറയൻകീഴ് പോലീസാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പ്രദേശത്തെ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും നടക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ, അതായത് ബാബുവിന്റെ സഹോദരി പുത്രി ടിൻഡോ ചിറയൻകീഴ് 17ാം വാർഡിലെ പണ്ടകശാലയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഈ ടിൻഡുവിന്റെ വീടിനു നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. ജനലിലൂടെ ഏതോ ഒരു വാതകം, പ്രത്യേകിച്ച് മണ്ണെണ്ണയോ പെട്രോളോ തുടങ്ങിയ ഏതോ ഒരു വാതകം ഉപയോഗിച്ച് ആ വീടിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സമാനമായ രീതിയിൽ ബാബുവിന്റെ വാഹനങ്ങൾക്ക് നേരെയും ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും ബി.ജെ.പി. പ്രവർത്തകർ ആരോപിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ടാവുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴും കൃത്യമായ രീതിയിൽ ഈ അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമല്ലേ ഇത്? തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ബാബുവിന്റെ സഹോദരി പുത്രി ടിൻഡു ചിറയൻകീഴ് 17ാം വാർഡ് പണ്ടകശാലയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാണ്. ഈ ടിൻഡുവിന്റെ വീടിന് നേരെയും സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ പ്രതിഷേധം ഒക്കെ ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതും ഇത്തരത്തിൽ കേസ് ആരാണ് തീവെച്ചത്, അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ വൈരാഗ്യമാണോ? തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡിസ്ന.